ഹായ് ഫ്രണ്ട്സ്, ശിവസിദ്ധു ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമുക്ക് നെല്ലിക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഇഷ്ടം പോലെ കിട്ടുന്ന സീസണായില്ലേ. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ചേറെ നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട്, അതേപോലെ മാങ്ങയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അതിൽ കുറച്ച് നെല്ലിക്ക എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു നെല്ലിക്ക അച്ചാറാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നെല്ലിക്ക ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേറെ ഒരു പാത്രത്തിൽ ഞാൻ ഇതേപോലെ വെളുത്തുള്ളി ഇതേപോലെ നീളത്തിലരിഞ്ഞതും, അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അതും ഇതേപോലെ തന്നെ നീളത്തിലരിഞ്ഞ്, ഒരു 2 പച്ചമുളക് ഇതേപോലെ വട്ടത്തിലരിഞ്ഞതുമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു ഉരുളി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അതപ്പോൾ നമ്മുടെ ആ പാത്രം ചൂടാകുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. ചെറിയ സ്പൂണിൽ 2 ടീസ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒത്തിരിയൊന്നും ഇല്ലല്ലോ, നെല്ലിക്ക കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് 2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതേ 2 ടീസ്പൂണ് കടുകും കൂടെ നമ്മളിതേപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഉലുവയും കടുകും ഒക്കെ ഒന്ന് മൂത്ത് പൊട്ടി വരുമ്പോൾ നമുക്ക് അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനാണ്. അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുന്നത്, നമുക്കിനി വേറെയുണ്ട്. അപ്പോൾ ഈ ഉലുവയും കടുക് ഒന്ന് പൊട്ടിയൊന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണേ. ഇനി എന്നിട്ട് നമ്മളത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അതേ ഉരുളിയിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കണം. ഓയിലെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്ന് നല്ലെണ്ണ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തു. എന്നിട്ട് നമ്മുടെ ഒരു കായം, ആ കായം ഇതേപോലെ 4 കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ എണ്ണയിലേക്ക് ഞാനിതൊന്ന് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കായം കിലുകിലാന്ന് ശബ്ദം ഉണ്ടാകത്തില്ല. നമ്മളിപ്പം ഉപ്പേരിയൊക്കെ വറുത്തെടുക്കുമ്പോൾ നമ്മളത് വറുത്ത് കഴിയുമ്പോൾ ഒരു കിലുകിലാ ശബ്ദമില്ലേ, അതേ രീതിയിൽ അതേ പരുവത്തിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിലിട്ട് എടുക്കണേ. അതും അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില, നമ്മുടെ നാടൻ കറിവേപ്പില, അതും ഒന്ന് നമ്മളിതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി അടുത്ത നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉണക്കമുളക്. അത് നമ്മൾ എത്രയാണോ നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള ഉണക്കമുളക്, ഇതിപ്പോൾ ഞാൻ 7-8 എടുത്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളത് കൊണ്ടാണ് ഇത്രയും എടുത്തത്. അപ്പോൾ അതും ഒന്ന് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ തീ കുറച്ചിട്ടേക്കണേ. അതും ഒന്ന് ഒരു പാത്രത്തിലേക്ക് വറുത്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം പുളിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതേപോലെ എണ്ണയിലേക്ക് നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്ന പുളിയില്ലേ, രസത്തിനൊക്കെ ഉപയോഗിക്കുന്ന പുളി, അതും കൂടി ഇച്ചിരി ഇട്ടാൽ ഇച്ചിരി കൂടി ടേസ്റ്റാണ്. അതും കൂടെ വേണമെന്നുള്ളവർക്കിടാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. ഇതേപോലെ നമ്മൾ എണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് ആ പൊടിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ആ പുളിയും കൂടെ ഒന്ന് പൊടിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് അതേ കടായി തന്നെ നമ്മൾ കുറച്ച് പിന്നെ ഒഴിച്ചിലൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം. ഒന്ന് വലുതായിട്ടൊന്നും വാടണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് നെല്ലിക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതേപോലെ ആ നെല്ലിക്കയുടെയൊക്കെ ഒരു കളറ് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് മാറി വരുന്ന പോലെ നമുക്കിതേപോലെ ഒന്ന് വാട്ടിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇപ്പം തന്നെ കഴിക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതിന് വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ അച്ചാർ നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. നല്ലതായിട്ട് ഒരു 1-2 മണിക്കൂറൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരുമേ. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് കണ്ടോ, ഇങ്ങനെ ലൈറ്റായിട്ട്, ഇത് ഒത്തിരി അങ്ങ് കളറൊന്നും മാറണ്ട, ഒന്ന് ലൈറ്റായിട്ട് കണ്ടില്ലേ, ഒന്ന് ലൈറ്റായിട്ട് നമ്മളൊന്ന് ആ എണ്ണയിലാത്തിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതും ഒന്ന് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റണം. ഇത് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കാൻ എടുത്തില്ലേ കുറേ ഐറ്റംസ്, അതെല്ലാം കൂടെ പൊടിച്ച് ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് പൊടിക്കണേ. അപ്പം നമ്മൾ ആ വഴറ്റി വെച്ച പച്ചമുളക്, ഇഞ്ചി, നെല്ലിക്ക ഇതെല്ലാം ഒന്ന് നമ്മളൊരു പാത്രത്തിലേക്കിട്ടു. ആ പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച ഈ ഐറ്റംസ് കൂടെ അതിൻ്റെ മണ്ടയിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഐറ്റം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ഇതുവരെയായിട്ട് ഇതിന് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പായിരിക്കും ഇച്ചിരി കൂടി നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കല്ലുപ്പ് എടുക്കാനില്ലാത്തത് കൊണ്ട്
ഞാൻ ഇതേപോലെ ഉപ്പുപൊടിയാണ്, ഉപ്പുപൊടി നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റ്, ഒരു 10 മിനിറ്റ് തന്നെ അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ആ മസാല, നമ്മളിപ്പം പൊടിച്ചെടുത്ത മസാലയൊക്കെ എല്ലായിടത്തും പരുവാകുന്ന പോലെ നമുക്കൊന്ന് അടച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ അതേ കടായിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി മതി, ഒരിത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതേപോലെ കറിവേപ്പില ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമുക്ക് കളറിനാവശ്യമായ, അതുപോലെ എരിക്കും ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സാദാ മുളക് പൊടി ചേർക്കാം, അതല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. അപ്പം ഞാൻ മറ്റേ മുളക് ചതച്ചിട്ടേക്കുന്നതുകൊണ്ട് അതിന് ഏകദേശം എരി കാണും. അപ്പം ഞാൻ ഇതേപോലെ 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതേപോലെ ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണേ. അപ്പോൾ ആ എണ്ണയ്ക്കകത്തിലിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ആ കാശ്മീരി മുളക് പൊടിയുടെ ആ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് മാറുന്ന വരെ നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് തിളപ്പിച്ച കുറച്ച് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചാറിന് എന്തുമാത്രം ഗ്രേവി വേണം, ചിലവർക്ക് കുറച്ച് ഗ്രേവി മാത്രം മതിയായിരിക്കും, അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഗ്രേവി മാത്രം എടുത്തിട്ട് അതും ഒന്ന് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ ഈ നെല്ലിക്കയുടെ മിക്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിനകത്തേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണമേ. ഞാനപ്പോൾ ഒഴിച്ച കുറച്ച് ഗ്രേവി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഗ്രേവി ഒഴിക്കാം. അതേപോലെ ഇവിടെ ഇച്ചിരി ഗ്രേവി ഉള്ളതാണ് ഇഷ്ടം, അച്ചാറാണെങ്കിലും ഇച്ചിരി ഏറെ ഗ്രേവി. അപ്പം ഞാൻ ഇതേപോലെയാണ് ഒഴിച്ചെടുത്തേക്കുന്നത്. അപ്പം ഈ ഗ്രേവിയിലാണിത്. അപ്പോൾ ഇത് എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക്